ഈ നാട് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയാണ് സംഭവമായിരുന്നത്. ബാലചന്ദ്രൻ പുള്ളിക്കാട് രണ്ട് വരികളിലാണ് യഥാർത്ഥത്തിൽ ഈ നിഷ്ഠൂരമായ സംഭവത്തെ അന്ന് ബോധപാതാളത്തിൽ നിന്നും ദിനം എന്ന് അതിൻ്റെ ഒരിക്കൽ നിന്നും നമുക്ക് സമത്വത്തിൻ്റെയും സമഭാവനയുടെയും ദിവസമായി കരുതുന്ന തിരുവോണനാളിൽ കേരളത്തിലെ DYFI കൊടുത്ത് തിരുവോണ സദ്യ മുറിയായിരുന്നില്ല, മറിച്ച് പ്രതിഷേധിച്ചും വേദനിച്ചും ആ മണിക്കൂറുകൾ കടന്നുപോയി. കൊലപാതകം നടത്തിയത് ഇവിടുത്തെ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളായിരുന്നു. ആ കൊലക്കേസിൽ പ്രതികളായ 2 പേരൊഴികെ ബാക്കി മുഴുവൻ പേരും ഇപ്പോഴും ജയിലിലാണ്. 1 വർഷമാവുകയാണ്. വളരെ പ്രമുഖരായ അഭിഭാഷകരെ കൊണ്ട് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഒരുപാട് തവണ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സന്ദർഭമുണ്ടായി. പക്ഷേ അപ്പോഴൊക്കെയും ആ കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന കോടതി ആ കേസുകൾ പരിശോധിച്ചതിന് ശേഷം ശക്തമായി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അതിനർത്ഥം ആ കേസിന്റെ മെറിറ്റ് കോടതി അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി കാണുന്നു എന്നതാണ് പറയുന്നത്. തന്നെയുമല്ല, ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആ ആക്ഷനിൽ തന്നെ പങ്കെടുത്ത കൃത്യത്തിൽ തന്നെ പങ്കെടുത്ത 2 പേർ ഈ കാലയളവിൽ അവർ മുൻപേ ചെയ്ത മറ്റൊരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെടുക കൂടി ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സംശയം. മുമ്പൊരു കൊലക്കേസിൽ ഇപ്പോൾ കോടതി ശിക്ഷിച്ച 2 പേർ ഈ കൊലക്കേസിലെ പ്രധാന പ്രതികളാണ്. ആ 2 പേരും കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹികളായിരുന്നു. ഒരാൾ വാർഡ് പ്രസിഡന്റായിരുന്നു കോൺഗ്രസിന്റെ. വളരെ സമ്മതരായ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകരും ഉത്തരവാദിത്വമുള്ളയാളുമായി കോൺഗ്രസ് എത്തിയിരുന്നത് ഒരു ചെറുപ്പക്കാരനെ അടിച്ചു കൊന്ന ഇപ്പോൾ ആ കേസിൽ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. ക്രിമിനൽ സംഘങ്ങളുടെ കൂടാരമായി മാറി. യഥാർത്ഥത്തിൽ ആ കൊലപാതകത്തിൽ വേദനിച്ചിരുന്ന കേരളത്തിലെ DYFI പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് അത് കേരളത്തിലെ ഈ കുടുംബാംഗങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ വളരെ പ്രമുഖരായ നേതാക്കൾ നടത്തിയ നിന്ദ്യമായ പ്രസ്താവനകൾ ഈ നാട് പറഞ്ഞിട്ടുണ്ടാകില്ല. കൊലപാതകത്തെ പോലെ തന്നെ നിഷ്ഠൂരമായിരുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ നിഷ്ഠൂരമായി നമുക്ക് പറയാൻ കഴിയും ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ ഈ കൊല്ലപ്പെട്ട സഖാക്കളെ, ഈ മരണപ്പെട്ട ചെറുപ്പക്കാരെ വ്യക്തിഹത്യ നടത്താൻ അവരുടെ കുടുംബാംഗങ്ങളെ വേദനിപ്പിക്കാൻ നടത്തിയ നിഷ്ഠൂരവും നിന്ദ്യവുമായ പ്രവർത്തനം കോൺഗ്രസിന്റെ സംസ്കാരമാണ്. അതുകൊണ്ട് നിന്ദ്യമായ സംസ്കാരം ആ കോൺഗ്രസിന് ആയുമേഖലയാണ്. ആ കോൺഗ്രസിന് രാഷ്ട്രീയമായി നിലനിൽക്കാൻ കഴിയാതെ അടുത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2 ചെറുപ്പക്കാരുടെ ജീവനെടുത്തുകൊണ്ട് ഈ പ്രദേശത്തോ ജില്ലയിലോ കേരളത്തിലോ കോൺഗ്രസിന് വെല്ലുവിളിക്കാൻ കഴിയില്ല. കോൺഗ്രസ് കൂടുതൽ തകർച്ചയിലേക്ക് ചെന്ന് പതിക്കുന്ന കാഴ്ച ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. UDF കോൺഗ്രസ് വിദ്യാർത്ഥിനെയും പ്രസ്ഥാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് തലയുയർത്തിപ്പായി സംശയം വേണ്ട. കുടുംബാംഗങ്ങളുടെ ഞാൻ കൂടെ ചേരുന്നു. ഇവിടെ മുഴുവനെയും സഖാക്കളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തു. വൈകുന്നേരം നടക്കുന്ന പൊതുയോഗം, ആ പൊതുയോഗത്തിൽ പ്രിയങ്കരനായ DYFIയുടെ അഖിലേന്ത്യാധ്യക്ഷൻ കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ സഖാവ് PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. DYFIയുടെ മറ്റ് സംസ്ഥാന നേതാക്കളാകെ അതിൽ പങ്കെടുക്കും. അതിനു പുറമെ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നത് വൈകുന്നേരം നടക്കുന്ന തീർത്ഥാടനമാണ്. DYFIയുടെ ഹക്കിന്റെ ഈ മേഖലാ കമ്മിറ്റി ഒരു ഭവനരഹിതയായ സ്ത്രീക്ക് വീട് വെച്ച് നൽകുകയാണ്. ഹക്കിനെയും വിദ്യാർത്ഥിയെയും കൊലപ്പെടുത്തിയവരെ തിരിച്ചു കൊല്ലാനോ ആയുധക്കാരായ DYFI മുന്നിട്ടാണ്, മറിച്ച് അവരുടെ ഓർമ്മ അവരുടെ രഹിതയായ ഒരു സ്ത്രീക്ക് ഒരു വീട്ടിലേക്ക് വീട് വെച്ച് നൽകുന്ന ഏറ്റവും മഹനീയമായ പ്രവർത്തനമാണ് DYFI ഈ മേഖലാ കമ്മിറ്റിയുടെ സർക്കാർ നേതൃത്വം കൊടുക്കുന്നത്. ഒരു DYFI പ്രവർത്തന നിലയിൽ ഈ പ്രദേശത്തുള്ളവരിലേക്ക് ഇവിടുത്തെ സഖാക്കളെയോട് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായി ഞാൻ വിവരമായി കൊടുക്കുകയാണ്. DYFI ഇതൊക്കെ മാതൃകയാണ്.
കുട്ടികളൊക്കെ ഈ കാലയളവിനെ അവർക്ക് നഷ്ടപ്പെട്ടു. ആരെയും തിരിച്ചു കൊണ്ടില്ല, ആരും കളിച്ചില്ല. കളിച്ച് കൂടുതൽ സേവനപരമായ പ്രവർത്തനങ്ങളിലേക്ക് ചെറുപ്പത്തെ വിന്യസിച്ചുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയമായി മറുപടി നൽകിയത്. ഇവിടെയും ആ പിരിവ് കൊണ്ടുകൊണ്ട് മേഖലയിലിരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനത്തിന്റെ ദൗത്യത്തിന് ഞാൻ എല്ലാവിധ ഭാഗങ്ങളും തരുന്നു. വളരെ സമയബന്ധിതമായി ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ അനുസ്മരണ യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്താനായി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പദവിയുടെ സദസ്യനായ എസ് സതീഷിനെ ക്ഷണിച്ചു. ആദരണീയരായ നേതാക്കന്മാരെ, വേറെന്ന നേതാക്കളെ, സുഹൃത്തുക്കളെ, മാതൃഭൂമിയുടെയും എതിർക്കാരുടെയും രക്തസാക്ഷിത്വത്തിന് ഇന്ന് ഒരു വയസ്സ് പൂർത്തിയാക്കുകയാണ്. ആ പ്രിയ നേതാക്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയും പ്രിയപ്പെട്ട സഖാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ഈ മണ്ണിൽ സാക്ഷാത്കരിക്കാനുള്ള പോരാട്ടത്തിൽ ഈ നാടിൻ്റെ ചെറുപ്പമാകമാനം അണിചേരുമെന്ന പ്രതിജ്ഞയെടുക്കാനായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ദിവസം രക്തസാക്ഷികളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് കാണാം. അവർ ഉയർത്തിപ്പിടിച്ച സാമ്രാജ്യവിരുദ്ധതയുടെയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സോഷ്യലിസത്തിൻ്റെയും ആശയങ്ങൾ ഈ സമൂഹത്തിനകത്ത് പടുത്തുയർത്താൻ വരുന്ന തലമുറയെ സജ്ജമാക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. നോക്കൂ, നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ശരിയായ രാഷ്ട്രീയം എത്രമാത്രം എതിരാളികളെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതാണ് ഇത്തരം കൊലപാതകങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് കാണാൻ കഴിയും. പ്രത്യാശാസ്ത്രവും രാഷ്ട്രീയവും നഷ്ടപ്പെട്ടു പോയ രാജ്യത്തെ ഒരു കൂട്ടരുടെ പേരാണ് കോൺഗ്രസ് എന്നുള്ളത് കാണാം. ദിശ തെറ്റിപ്പോയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളത് കാണാം. ഒരു പറ്റം ക്രിമിനലുകളുടെയും ഒരു പറ്റം ആവാസങ്ങളുടെയും കൂട്ടമായി ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് അധംപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്ത് തന്നെ ഉയരുന്ന സന്ദേശം എന്ന് കാണാൻ കഴിയും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും മടക്കി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ഘട്ടത്തിൽ വെറും 3 സംസ്ഥാനങ്ങൾ മാത്രം ഭരിക്കുന്ന കോൺഗ്രസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ 3 സംസ്ഥാനങ്ങളിലുമാകട്ടെ ഭരണ നേതൃത്വം നടക്കുന്ന കേന്ദ്രങ്ങളിലാകട്ടെ ഭിന്നിപ്പിന്റെയും ഏറ്റുമുട്ടലുകളുടെയും വാർത്തകൾ ദിനംപ്രതി വരുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് കാണുന്നു. പഞ്ചാബിന്റെയും ഛത്തീസ്ഗഡിന്റെയും രാജസ്ഥാനിൽ നിന്നെല്ലാം ഉയരുന്ന വാർത്തകൾ രാഷ്ട്രീയം നഷ്ടപ്പെട്ടുപോയ പ്രത്യാശാപ്രബോധങ്ങൾ നഷ്ടപ്പെട്ടുപോയ കോൺഗ്രസിനെ ശരിയാവണ്ണം അടയാളപ്പെടുത്തുന്നതാണ് എന്ന് കാണാം. സമകാലിക ദിവസത്തിലെ കേരളത്തിന്റെ ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിലെ രാജ്യത്ത് സുസംഘടമായ കോൺഗ്രസ് പ്രസ്ഥാനമുള്ള കേരളത്തിനകത്ത് ഏത് രൂപത്തിലാണ് ഇന്ന് ഏറ്റുമുട്ടലുകൾ നടക്കുന്നതെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തുള്ള കർണാടകയിൽ ജമ്മു കാശ്മീരിൽ ഇവിടെ നിന്നെല്ലാം വരുന്ന വാർത്തകൾ കോൺഗ്രസിന്റെ സ്ഥിരീകരണത്തെ തകർച്ചയെ അടയാളപ്പെടുത്തുന്നതാണ് എന്ന് കാണുന്നത്. ഇത്തരത്തിൽ രാജ്യവ്യാപകമായി തന്നെ തകർന്നുപോയ രാഷ്ട്രീയവും പ്രത്യാശാസ്ത്രവും നഷ്ടപ്പെട്ടുപോയ ഒരു കോൺഗ്രസിന് ഒരു പറ്റം ക്രിമിനൽ സംഘങ്ങളുടെ കൈപ്പാവയാകാൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഈ സമകാലിക കേരളീയ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് കാണാം. മുഹമ്മദും ഒരു രാജ്യം ഈ നാടിന് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ലോകത്തെവിടെയെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്ന ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ കേരളത്തിൽ മാത്രമായി. അത് കൊന്നതാണ് കോൺഗ്രസ് എന്ന് കാണാം. പ്രളയകാലത്തും കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഡിവൈഎഫ്ഐ ഒരുക്കിയ വോളണ്ടിയർ സേനയിൽ ഏറ്റവും സജീവമായ പ്രവർത്തകരായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ എന്നുള്ളത് കാണാം. ഹക്കിന്റെ കൊലപാതകത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ കേരളത്തിന്റെ സോഷ്യൽ മീഡിയകളിൽ ഒരു അരിച്ചാക്കേന്തിക്കൊണ്ട് സ്കൂളിലേക്ക് കയറിപ്പോകുന്ന ഹക്കിന്റെ ചിത്രം നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തതാണ്. വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന മറ്റുള്ളവന്റെ വിഷമങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവനൊരു കൈത്താങ്ങായി പ്രവർത്തിക്കാൻ ഈ കേരളത്തിന്റെ സമരയൂനത്തെ ചെറുപ്പത്തെ ആകമാനം സജ്ജമാക്കിയ ഡിവൈഎഫ്ഐ
അതിന്റെ പ്രതീകമായിരുന്ന അഹമ്മദ് മുഹമ്മദിനെ ഉൾപ്പെടെ കോൺഗ്രസ് കൊല ചെയ്തത് നമ്മൾ കാണുകയാണ്. അതിനേതാനും മാസങ്ങൾക്ക് ശേഷം തൃശ്ശൂരിൽ നിന്നും സനൂപ് എന്നൊരു ചെറുപ്പക്കാരന്റെ കൊലപാതകം നമ്മൾ കാണുകയുണ്ട്. ആ ചെറുപ്പക്കാരൻ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിന് മാതൃകയായ പുതിച്ചോർ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്യാനുള്ള പുതിച്ചോർ സമാഹരിക്കാൻ വീടാന്തരം കയറി പിറ്റേ ദിവസത്തേക്ക് വേണ്ട പുതിച്ചോർ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വേളയിലായിരുന്നു ആ ചെറുപ്പക്കാരനെ തീവ്ര വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രതിനിധികൾ പോകുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിനും ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കാസർഗോഡ് കണ്ടു. കഴിഞ്ഞ കോൺഗ്രസ് ഭരണകാലത്ത് നമ്മൾ കണ്ടതാണ്. കാസർഗോഡ് കിഴക്ക് ഭാഗത്ത് ഹൗസ് അബ്ദുൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് UDFന്റെ പ്രതിനിധികൾ, ലീഗിന്റെ നേതാക്കന്മാർ അരിഞ്ഞു വീഴ്ത്തുന്ന കാഴ്ച നാം കണ്ടു. നോക്കൂ, സമീപകാല കേരളത്തിനകത്തെ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഈ സമൂഹത്തിൽ ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന, സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമാവുന്ന വിധത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന DYFI എന്ന പ്രവർത്തകരെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഇടപെടലുകൊണ്ടും പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ ആയുധമെടുക്കാൻ ചെറുപ്പക്കാരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാമെന്ന മൗഢ്യമായ ചിന്തയിലാണ് കോൺഗ്രസും ക്രിമിനൽ സംഘവും പോകുന്നത് എന്നതാണ്. ഇതിനെ ഞങ്ങൾ ചെറുക്കുന്നത് ആയുധമെടുത്തുകൊണ്ടല്ല. ഇതിനെ ഞങ്ങൾ ചെറുക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധം കൊണ്ടാണ്. ഇതിനെ ഞങ്ങൾ ചെറുക്കുന്നത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മനുഷ്യത്വത്തിന്റേതുമായ ഏറ്റവും മൂല്യവത്തായ രാഷ്ട്രീയ ബോധം കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ചെറുക്കുന്നത് എന്നതാണ്. ഇവിടെ സഹോദരൻ സൂചിപ്പിക്കുകയുണ്ടായി. ഹക്കിന്റെ മേഖലാ കമ്മിറ്റി ഒരു മാതൃക തീർക്കുന്നു. ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന മാതൃക. ആ മാതൃക ആയുധബന്ധി കൊലപാതകം നടത്തിയ കൊലപാതക സംഘങ്ങൾ ഈ നാടിനെ ചിഹ്നമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു യുവജന പ്രസ്ഥാനം ഏതായിരിക്കണം മാതൃക തീർക്കുന്നത് എന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ കാണിച്ചു കൊടുക്കും. നിരാലംബരായി കഴിയുന്ന ഒരു പാവപ്പെട്ട വീട്ടമ്മയ്ക്ക്, അഭയമില്ലാത്ത ഒരു വീട്ടമ്മയ്ക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു വീട്, ആ വീട് ഞങ്ങൾ സാക്ഷാത്കരിക്കും. പ്രിയപ്പെട്ടവരെ, മൂർച്ചയേറിയ ആയുധങ്ങളെക്കാൾ കരുത്തുണ്ട് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഇടപെടലുകൾക്ക് എതിരാണ്. മൂർച്ചയേറിയ ആയുധമെന്തി ഇരുട്ടിന്റെ മറവിൽ നിന്ന് മനുഷ്യനെ വെട്ടിവീഴ്ത്തുക അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഏതൊരു ക്രിമിനൽ മനസ്സിനും ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് കാണും. എന്നാൽ ചെറുപ്പത്തെ നയിക്കേണ്ട വഴി അതല്ലെന്നും വിശാലമായ ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ലോകത്തേക്കാണ് ഒരു ചെറുപ്പത്തെ നയിക്കേണ്ടതെന്നും അതാണ് പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിന് അഭികാമ്യമെന്ന് ഒരു പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന രാഷ്ട്രീയ വ്യത്യാസ ബോധമുണ്ടല്ലോ. അതാണ് നമ്മുടെ നാടിന് അനിവാര്യമായ ഏറ്റവും പ്രയാസകരമായ ഇടപെടലാണ്. DYFI എന്ന പ്രസ്ഥാനം ഹക്കിന്റെ പ്രിയപ്പെട്ട അനുജന്മാർ ഈ മണ്ണിൽ നിന്ന് നിർവഹിക്കാൻ ശ്രമിക്കുന്നത് ആ വിശാലമായ ജനാധിപത്യത്തിന്റെ സോഷ്യലിസത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തെയാണ്. ആ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ ഈ നാടാകമാനം അണിചേരണം എന്ന വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഹക്കിന്റെ കുടുംബാംഗങ്ങളോടും സഖാക്കളോടും ബന്ധുമിത്രാദികളോടും ഒപ്പം ഞങ്ങളും അവരുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ DYFIക്ക് വേണ്ടി ഈ നാടിന്റെ മുഴുവൻ ജനാധിപത്യ സമൂഹത്തെയും സ്വാഗതം ചെയ്യുക കൂടി ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തതായി അനുസ്മരണ പ്രഭാഷണം നടത്താൻ DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് SK സതീഷിനെ പ്രിയമുള്ള അധ്യക്ഷൻ, പ്രിയമുള്ള സഖാക്കളെ, ബഹുമാനരായ നാട്ടുകാരെ, വിശദമായ ഒരു സംസാരത്തിന് ഈ വേളയിൽ നൽകുന്നില്ല. ഹക്ക് മുഹമ്മദിന്റെയും മിഥിലാജിന്റെയും കൊലയാളികൾ കോൺഗ്രസാണ്. കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ ആളെ കൊന്ന ചരിത്രമാണ്. കോൺഗ്രസിന്റെ ചരിത്രം ആരംഭിക്കുന്നത് കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മൊയാരത്തിനെ കൊന്നുകൊണ്ടുള്ള ചരിത്രമാണ് കോൺഗ്രസിന്റെ ചരിത്രം. ഇപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും പല്ലും നഖവും നഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ ക്രൂരത പലപ്പോഴും പലയിടങ്ങളിലും തിരിച്ചറിയാതിരിക്കുകയും വലതുപക്ഷം ആക്രമണങ്ങളാകെ അവരെ വെള്ളപൂശി കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സ്വഭാവം മറ്റൊന്നാളുകൾ. കോൺഗ്രസിന്റെ സ്വഭാവം എല്ലാ കാലത്തും ഇത് തന്നെയായിരുന്നു. അവർ പതിയിരുന്ന് ആക്രമിച്ചിട്ടുണ്ട്, എതിരാളികളെ കൊന്നുതള്ളിയിട്ടുണ്ട്, രാജ്യത്തെ ഏറ്റവും വലിയ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാമാണ് കോൺഗ്രസിന്റെ ചരിത്രം. ഇരുളിന്റെ മറവിൽ ഇത്തരം നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ നിരവധി നടത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ അധികാരം
ഉറപ്പിച്ചു നിർത്താൻ എല്ലാ കാലത്തും കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളായിട്ടുള്ള ഹക്കിനെയും മിഥുനാജിനെയും ഈ മണ്ണിൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ കൊന്നുതള്ളിയത് എന്ന് നമുക്കറിയാം. അവർ ലക്ഷ്യം വെച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ തൊട്ട് നടത്തിയ ആ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം. അവർ പറയുന്നതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ആ ഗവൺമെന്റിനെ അവമതിക്കാൻ വേണ്ടി നടത്തി ഒരു ശ്രമവും ഉയർത്തുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ സഖാക്കളെയാകെ കൊന്നുതള്ളിയാൽ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്നും അതിന്റെ ഭാഗമായി കേരളത്തിൽ അക്രമമാണ് എന്ന് പ്രചരിപ്പിക്കാനുമാണ് അവർ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 5 സഖാക്കളെ അവർ അരികൊല ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും വലതുപക്ഷമാകെ എടുത്ത ഒരു നിലപാടിന്റെ ഒരു മഹാസഖ്യമായി ബിജെപിയും കോൺഗ്രസും ലീഗും എല്ലാം ചെയ്യുന്ന ഒരു സഖ്യം ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് അവർ ഈ അരികൊലയിൽ നടത്തിയത്. ഒരുമിച്ച് നടത്തിയ ഈ അരികൊലകളെല്ലാം എന്ന് നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാം കാണേണ്ടത് അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം തിരിച്ചറിയാനുള്ള ബോധ്യത്തിലേക്ക് കേരളം മാറി എന്നതാണ്. അവർ എന്താണോ ഉദ്ദേശിച്ചത് അത് ജനങ്ങൾ അംഗീകരിക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു തുടർച്ച കേരളത്തിലുണ്ടായത്. ആ തുടർച്ചയിലൂടെ ഹക്കിന്റെയും മിഥുനജിന്റെയും എല്ലാം ഓർമ്മയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തോട് പങ്കുവെക്കാനുള്ള കാര്യം കൂടുതൽ ജനങ്ങളോടൊപ്പം നിന്ന് കടമകൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ്. അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ജനങ്ങളോടൊപ്പം നിന്ന് ഹക്കും മിഥുനജുമെല്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രളയത്തിന്റെയും പ്രതിസന്ധിയുടെയും കാലഘട്ടത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെയും പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വലതുപക്ഷ ശക്തികൾ അവർ അടിച്ചും കൊന്നും തമ്മിലടിച്ചും ഇന്ന് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹക്കിന്റെ കൊലയാളികൾ നിയമത്തിന്റെ മുന്നിലും ചരിത്രത്തിന്റെ മുന്നിലും കുറ്റക്കാരാണെന്ന് വിധിക്കപ്പെടും. അതാണ് ഇന്ന് നമുക്ക് നേർക്കാഴ്ചയായി കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. പിതൃഹത്യയിൽ തുടങ്ങിയ പിതൃഹത്യയാണ് കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ പിതാമഹനെ കൊന്നു നൽകിയ കോൺഗ്രസ് പിതാമഹന്മാർക്ക് എല്ലാവരെയും വെട്ടിവീഴ്ത്തിയ ചരിത്രമേ ഉള്ളൂ. അതാണ് കോൺഗ്രസിന്റെ ചരിത്രം. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നാം കാണേണ്ടത് കരുണാകരനെ വെട്ടിയ രമേശ് ചെന്നിത്തലയും ആ രമേശ് ചെന്നിത്തല വെട്ടാൻ വി ഡി സതീശനും ഉമ്മൻചാണ്ടിയും എ.കെ. ആന്റണിയും എങ്ങനെയാണോ പരസ്പരം വെട്ടിവീഴ്ത്തിയത് അത് കണ്ടുപിടിച്ച് സംഘടനക്കകത്തും പുറത്തും ആളുകളെ വെട്ടിവീഴ്ത്തുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. ഹക്കിന്റെയും മിഥുനാജിന്റെയും പടയാളികൾ അധപ്പതിച്ചിരിക്കുന്നു എന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉജ്ജ്വലനായ രക്തസാക്ഷികൾ അവരുടെ ചോര വീണ് നനഞ്ഞ മണ്ണിൽ നിന്നുകൊണ്ട് അവരുടെ ഓർമ്മയിൽ നിന്ന് നമുക്ക് ഈ നാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം. അവരുടെ ഓർമ്മകൾ വരുംകാല പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് കരുത്തു പകരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് രക്തസാക്ഷികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ അനുസ്മരണ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ വെഞ്ഞാറമൂട് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ശോഭകുമാറിനെ ക്ഷണിച്ചു. പ്രിയമുള്ള സഖാക്കളെ, ഒരു നന്ദി വർത്തമാനമൊന്നുമില്ല. പ്രിയപ്പെട്ട സഖാക്കൾ ഹക്ക് മുഹമ്മദിന്റെയും മിഥുനാജിന്റെയും ജ്വലിക്കുന്ന ഓർമ്മകൾ സ്മരണകൾ ഈ മണ്ണിൽ വല്ലാതെ ഉയരുമ്പോൾ ആവേശവും നമ്മുടെ ഓരോ സഖാക്കളുടെ മനസ്സുകളിൽ അല്ലാതെ തിരിച്ചു വരികയാണ്. കാരണം മറക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട സഖാക്കൾ ഹക്കിനെയും മിഥുനാജിനെയും. ഈ തേമാമൂടിന്റെ മണ്ണിൽ കോൺഗ്രസ് പ്രമുഖർ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ ഒന്ന് തള്ളുമ്പോൾ അവർ വിചാരിച്ചത് ഹക്കിനെയും മിഥുനാജിനെയും കൊലപ്പെടുത്തുന്ന കൂടി ഇവിടെ ഡിവൈഎഫ്ഐയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജമാഅത്തിന്റെയും പ്രവർത്തനത്തെ ആകെ സ്തംഭിപ്പിച്ച് കളയാമെന്ന് വല്ലാതെ വ്യാമോഹിച്ചു. അവർക്ക് കിട്ടിയ തിരിച്ചടി ഓരോ കുടുംബങ്ങളിൽ നിന്നും ഇവിടെയുള്ള കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നും കടന്നു വന്ന ചെറുപ്പക്കാർ
ഈ പ്രസ്ഥാനത്തിന്റെ ആവേശമായി, ഈ പ്രസ്ഥാനത്തിന്റെ താങ്ങും തണലുമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഖാക്കൾ ഹക്ക് മുഹമ്മദും മിഥിലാജും ഇനി എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ എല്ലാ മനസ്സിൽ ഒരു വിപ്ലവ സ്മരണയായി നിലനിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും മുഴുവൻ നേതാക്കന്മാരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണങ്ങൾ അവസാനിക്കുകയും വൈകുന്നേരം 4